ഹലോ. കാത്തിന്റെ മുഖം നോക്ക്. ഉറക്കത്തിന്റെ എഴുന്നേപ്പിച്ചു കൊടുത്ത എന്റെ ഭ്രാന്തിലട്ടാളിരിക്കട്ടെ. ആനാ ഭ്രാന്തിലാൾക്ക് അപ്പനടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ പാന്തുണ്ടാ ചവിട്ടരുത്, ചവിട്ടാൻ പാടില്ല. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാ പോണേച്ചാ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പൊ രാവിലെ പള്ളിയിൽ പോയിട്ട് അപ്പനൊന്ന് കാണണം. അപ്പൊ അതിന് പൊക്കോട്ടിരിക്കാം. രാത്രി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസം പോണെന്ന് അല്ല, ഞായറാഴ്ച പോണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ രാത്രി നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നേരത്തെ എഴുന്നേക്കാറ്. അപ്പൊ നേരത്തെ എഴുന്നേറ്റു. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സെറ്റായി. പള്ളിക്കൊന്നും കേറുന്നില്ല, അപ്പനെ കാണാൻ മാത്രം. ഈ നേരത്തെ അവളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവളെ മൂടും. അവളെ എഴുന്നേറ്റാനൊരു അലമ്പില്ലാതെ ഇങ്ങനെ ഇരിക്കണ ഭാഗ്യം വെച്ചിരിക്കാണ്. അവളെന്തൊക്കെയോ മായാലോകത്തിൽ ഇങ്ങനെ പറഞ്ഞും പിരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നേരെ കാണാട്ടെ. ഓയ് അതെന്താ പറയാ, നമ്മൾക്ക് പോലും അറിയില്ല. ഇതിപ്പോ പുതിയതായിട്ട് കാലില് കയറിയുള്ള ശീലാണ്. കാലില് കയറിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കില്ലേ, അപ്പൊ ആളും ചുമയ്ക്കും. അത് ഭയങ്കര കഷ്ടപ്പെട്ടാൾ ചുമ ഉണ്ടാക്കും തന്നെ. കാക്കും ആദ്യമൊക്കെ അമ്മയ്ക്ക് ഒക്കെ പേടിയായിരുന്നു ചുമ വന്നെന്ന് വെച്ചിട്ട്. അവള് പറഞ്ഞല്ല അമ്മ, അവള് വെറുതെ വണ്ടിയിൽ കയറി ചെയ്തപ്പോ അമ്മയ്ക്ക് വിശ്വാസമില്ല. കുട്ടി വല്ല അലർജിയുടെ ആയിരിക്കും, അതായിരിക്കും ഇതായിരിക്കും. 2 വട്ടം അമ്മ ഞങ്ങൾ കൂടെ വണ്ടിയിൽ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് അലർജി അല്ല, ഈ വെള്ള പ്രശ്നമാണ്. പുള്ളി വണ്ടിയിൽ കയറി കുറച്ചൊക്കെ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോളേ മറ്റേ നമ്മൾ ശ്രദ്ധിക്കില്ല, ചുമച്ചോണ്ടിരിക്കുക. നമ്മളാക്കി ഞങ്ങളെ ചുമ തീർന്നു. ഞാൻ എത്തിട്ട് കാണിച്ചരാം. അധ്യയനം നടക്കണ്ട കേട്ടാ. ഞാൻ കാതിന് ഡ്രസ്സ് എടുപ്പിക്കും. അങ്ങോട്ട് പോയി, ഞാൻ അങ്ങോട്ട് പോകണം. ഇത് കൂടെ നടക്കാൻ എനിക്ക് വലിയ റോദില്ല. ഇന്നാളെനിക്ക് അവനെ വഴി കാണിച്ചു തന്നെ. കഴി ചവിട്ടൊന്ന് പേടിയാ. മനുഷ്യൻ പോയി, ഞാൻ നടന്നു പോട്ടെ കേട്ടാ. അപ്പോൾ ഇവിടെ എത്തിയാൽ തന്നെ ആകെ വിഷമിക്കുന്ന ഒരു ഇതാട്ടെ, നമുക്ക് ചെയ്യാൻ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ച പൂക്കളാണ് ഇതൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളപ്പൂവ് കുറേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളപ്പൂവും മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് പെറുക്കി കളയായിരുന്നു കേട്ടോ. അത് ആദ്യത്തെ പണി അതാണ്. അപ്പയുടെ അവിടെയുള്ള എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയലായിരുന്നു ആദ്യം തന്നെ പണി. എന്നിട്ട് ഇന്നലെ ഞാൻ രാത്രി പോയിട്ട് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂ വെച്ചു. എന്നിട്ട് മെഴുകുതിരി ഇന്നലെ അവിടെ നിന്ന് തന്നെയായിരുന്നു വാങ്ങിയത്, പുഷ്പാഞ്ജലിയിൽ നിന്ന് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തൃശ്ശൂരിന് വരുമ്പോൾ വാങ്ങിയിട്ടാണ് വരാറ്. പക്ഷേ ആ ഒരു ടൈം കിട്ടാത്ത കാരണം ഒക്കെ കൂടിയിട്ട് പുഷ്പാഞ്ജലിയിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചു, കത്തിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ പരിപാടിയായിരുന്നു കേട്ടോ മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത്. അത് വേറൊന്നുമല്ല, ഈ തീപ്പെട്ടി പെട്ടെന്ന് കത്തിത്തീരുന്ന ഒരു തീപ്പെട്ടി തന്നെയായിരുന്നു. അത് കാരണം ഒരു ഇത് കത്തിക്കുമ്പോഴത്തേക്കും വേഗം തന്നെ തീപ്പെട്ടി കത്തിത്തീരും. അപ്പം ഞാൻ ഓരോ മെഴുകുതിരിക്കും ഓരോ തീപ്പെട്ടി എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കത്തി തീർക്കണമല്ലോ. ഇത് ഒട്ടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ തീപ്പെട്ടി കരിയും. അപ്പം ഞാൻ അടുത്തെടുക്കും. കണ്ട, ഇതാണ് എൻ്റെ പരിപാടി കേട്ടോ. ഫുള്ള് മെഴുകുതിരി ഞാൻ കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 2 മെഴുകുതിരി കേട്ടോ വലുത് ഞാൻ വാങ്ങിച്ചത്. ബാക്കിയൊക്കെ ചെറുതാണ്. അപ്പോൾ ചെറിയ മെഴുകുതിരികളൊക്കെയാണ് ഇനി കത്തിക്കാനുള്ള പരിപാടികളായിട്ട് ഞാൻ നോക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ എന്താ പറയുക, വേറെ തന്നെ ഒരു ഫീലാണ്. കാരണം അപ്പേനോട് ഓരോന്ന് പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് പോകും. പോകുമ്പോൾ മുതൽ ഞാൻ ഇങ്ങനെ അപ്പയുടെ കേസിൽ തന്നെ ആയിരിക്കും. അത് പള്ളി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന വരെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകണമെന്ന് ഞാൻ തീരുമാനം എടുത്താണ്. ഞാൻ പള്ളിക്കല്ലേ പോവാറില്ല. അപ്പം അപ്പം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പള്ളിക്ക് പോവാറില്ല. അപ്പനെ കാണാൻ മാത്രമേ പോവാറുള്ളൂ.
ഇല്ലാതെ ഇപ്പോൾ കുർബാനയ്ക്ക് കാര്യത്തിനൊന്നും ഞാൻ കയറാറൊന്നുമില്ല. അപ്പൻ്റെ അടുത്ത് പോവും, പ്രാർത്ഥിക്കും, അപ്പനോട് എല്ലാ കാര്യങ്ങളും നടന്നൊക്കെ പറയും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ അവിടുത്തെ വേസ്റ്റും കാര്യം ഞാനും കാത്തു വന്നിട്ട് പ്രാർത്ഥിക്കുന്ന അതാട്ടാ. അവളോട് പറഞ്ഞു ഓരോ കാര്യങ്ങൾ, അവൾക്കെല്ലാം അറിയാം, അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാവട്ടെ ഇപ്പോൾ. അപ്പം ഞാനും കാത്തും കൂടിയിട്ട് അപ്പയുടെ പ്രാർത്ഥിക്കുകയാണ്. വീടെത്തി ഞങ്ങൾക്ക് പാല് കുടിക്കണേ. ഞാൻ പോകുമ്പോൾ തൊട്ട് വരണേ ഞാൻ പാല് കൊടുത്തിട്ടില്ല. അപ്പോൾ അവള് അതിനാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾ അങ്ങനെയാ, അവൾക്ക് പാല് കുടിക്കണേ അവൾക്ക് ഭയങ്കര സ്നേഹം എന്നോട്. നമ്മളെത്തിയോ? വീട്ടിലെത്തിയാ? എല്ലാരും ഇറങ്ങിയെന്ന് തോന്നുന്നു. നമ്മൾ ട്രാപ്പിട് ജോസേ, നമ്മൾ ട്രാപ്പിടായി. മുട്ട് ഞാൻ കുറച്ചു നേരം ഉറങ്ങി, പിന്നെ എഴുന്നേറ്റ് പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണേട്ടാ. അപ്പോൾ ദോശയും ചട്നിയും സാമ്പാറൊക്കെ ഉണ്ട്, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനും അമ്മയും മീൻകറി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനും ഇടയ്ക്കൊന്ന് മുക്കും, സാമ്പാറും ഇഡ്ഡലിയും കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയും സാമ്പാറൊക്കെ. അപ്പോൾ അതൊക്കെ നല്ലവണ്ണം കുഴച്ച് ഞാൻ ഇങ്ങനെ കഴിക്കില്ല. ഞാൻ മുക്കി കഴിക്കണ ശീലം എനിക്കില്ല. നന്നായി ഉടച്ചുടച്ച് കഴിക്കണം. ചിലവരങ്ങനെ, ചിലവർക്ക് ഇങ്ങനെ കണ്ട് ഭയങ്കര അറപ്പ് പോലെയൊക്കെയാണ്. പക്ഷെ എനിക്കിത് ഇഷ്ടം. മീൻകറിയും കൂട്ടി അയ്യോ, സാമ്പാർ മാത്രം മുക്കിക്കൊണ്ടു. പരീക്ഷണ വസ്തു അല്ല. നമ്മളെ കുട്ടികളോട് നമുക്ക് സ്നേഹം ഇല്ലാതാണ് അമ്മ. ഇപ്പത്തെ പരദൂഷണം മൊത്തം. എന്തായാലും നിങ്ങളൊന്ന് സ്നേഹിക്കണ്ട. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അതൊക്കെ ഇരിക്കുന്നു ഇവിടെയൊക്കെ. ഇവരൊക്കെ പഠിക്കാണ് കേട്ടോ, പഠിക്കുക ഉറക്കം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് റൂമിൽ പോയി വെക്കാം. ഹൈ, ഇവിടെ കുഞ്ഞ് പഠിക്കുന്നു. ചേച്ചി ഗൂഗിളിൽ നോക്കിയിട്ടാണല്ലോ. നമ്മുടെ ചെറുത് ഉറങ്ങാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കണ്ടേ പിന്നെ? എന്റെ കാര്യം ഓക്കെയാണ്, ഞാൻ സെറ്റാണ്. അപ്പൊ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. ഉറക്കം കഴിഞ്ഞ് നമ്മളെ കാത്തുമുള്ള എഴുന്നേറ്റ് വിട്ടാ. ഒക്കെ കഴിച്ചാ ചേട്ടാ, കാത്തുമോളെ, മാമ നാളെയൊക്കെ എടുക്കുക എന്നല്ലാതെ. കളിയാണ് കേട്ടാ. ഉറക്കൊക്കെ അറിഞ്ഞിട്ട് അമ്മാമ്മയുടെ പരിപാടി കേട്ടാ. കാത്തുവിന് പൊട്ടൊക്കെ കുത്തി കൊടുത്ത് ഇല്ല അതുമാ. പൊട്ടൊക്കെ കുത്തി തന്നില്ലേ? പൊട്ടൊക്കെ കുത്തി തന്നില്ലേ കുട്ടിച്ച്? കുട്ടി ഒങ്ങാട്ടാ. എന്താ അമ്മി ഞാനായിട്ടൊന്ന് തല്ലൂടിട്ടൊക്കെ ഇരിക്കാണ് കേട്ടാ. ഉറങ്ങി ഗൈസ്. അപ്പൊ ചോറിന് ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാം അല്ലേ? കാത്തു ഗംഭീര കളിയാണ്. അപ്പൊ അവരെന്തായാലും കളിക്കട്ടെ. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള വിശേഷമൊക്കെ ഫുഡ് കഴിച്ചിട്ട് കാണാം.
അത് കഴിഞ്ഞപ്പോൾ ചോറുണ്ണാൻ വന്നിരുന്നപ്പോൾ കാത്തുവിന് അമ്മ കുറച്ച് പപ്പടം കൂട്ടിയിട്ട് ഉടച്ചുടച്ച് കൊടുക്കുക കേട്ടോ. എപ്പോഴും അമ്മ പറയും ഇങ്ങനെ കുട്ടികൾ കഴിച്ച് ശീലിക്കണം എന്ന് പറയും കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഉടച്ചുടച്ച് കൊടുക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ അരച്ച് കൊടുക്കും. അത് പോരാഞ്ഞിട്ട് ഇത് 2-3 വറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ഉടച്ചിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കും കേട്ടോ. അധികമൊന്നും കഴിക്കില്ല, കൂടുതലും തുപ്പും, എന്നാലും കുറച്ച് കഴിക്കും. അങ്ങനെ ശീലിക്കണം, അല്ലെങ്കിൽ എന്നും അരച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ അമ്മ പറയും. അതുപോലെ എരിവ് കഴിച്ച് ശീലിക്കണം എന്നൊക്കെ അമ്മ പറയും. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നിട്ടുണ്ടെന്ന് പറയണേനും ഞങ്ങൾ കാത്തൂന് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ സാമ്പാറുണ്ട്, മുട്ട ഓംലേറ്റ് ഉണ്ട്, മീൻ കറി ഉണ്ട്, പിന്നെ ഒരു മോരുകറി പോലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ. കാളന് മോരുകറി പോലത്തെ ഒരു കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പുളിയിഞ്ചി ഉണ്ടായിരുന്നു, കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം കാളനും കൂട്ടി ചോറുണ്ടു, അത് കഴിഞ്ഞപ്പോൾ സാമ്പാറും കൂട്ടി ചോറുണ്ടു, അത് കഴിഞ്ഞപ്പോൾ മീൻകറിയും കൂട്ടി ചോറുണ്ട്, പിന്നെ പുളിയിഞ്ചി കൂട്ടി ചോറുണ്ട്. അപ്പോൾ അമ്മ ചോദിച്ചു ഇതിൽ ഏതായിട്ടും ടേസ്റ്റ് എന്നൊക്കെ അമ്മേനോട് ചോദിച്ചു. കാരണം ഞാനാണ് എല്ലാ കറികളും കൂട്ടി എത്തി. ചിലവരൊക്കെ ചില കറികൾ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ, പക്ഷെ ഞാൻ എല്ലാ കറികളും വെച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ അത്യാവശ്യം ചോറുണ്ടായിരുന്നു, എല്ലാ കറികളും കൂട്ടി മാറി മാറി കഴിക്കാൻ പറ്റുന്ന അത്രയും ചോറുണ്ടായിരുന്നു. അത് കണ്ടത് മീൻകറി കൂട്ടി കഴിക്കുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ കയ്യിലൊരു പേപ്പർ മേടിക്കാൻ നോക്കുമ്പോൾ കരയും. ഞാൻ മേടിക്കൽ നിർത്തി കഴിഞ്ഞാൽ അവൾ മിണ്ടാതിരിക്കും. ഞാൻ മേടിക്കാൻ നോക്കി അപ്പം കരയും. അപ്പം ഞാനത് അങ്ങനെ വീഡിയോ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ വോയിസ് കൊടുക്കഴിഞ്ഞത് കാരണം ഏതോ ഒരു കിളി അതിപ്പോ നേരത്തെ രമ്യ ഹരിദാസിന് കൈപ്പത്തിയടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് അതിന് പാട്ട് എഴുത തുഞ്ചം പറമ്പിൽ നിന്നും പഞ്ചവർണ്ണ കളി പറന്ന് ആ പാട്ടിനെ നശിപ്പിച്ച് നാറാണ കല്ലെടുത്തു. അത് ഇന്ന പാർട്ടിന്ന് വെച്ച് പറഞ്ഞൊന്നുമില്ല കേട്ടോ, പാട്ട് മാറ്റിയത് പറഞ്ഞതുള്ളൂ. പാർട്ടിക്കാര് വേറെ നമ്മളൊരു പാർട്ടി പറഞ്ഞില്ല, പാട്ട് ആകെ വേറെ രൂപയാക്കി എടുത്ത്, അത്രേ ഉള്ളൂ. അപ്പൊ ആ പാട്ട വായിൽ വന്നോണ്ടിരിക്കണ എനിക്കതൊന്നും ഇപ്പൊ ടൈം 6:30. എന്താ ഇന്നത്തെ ദിവസം രാവിലെ നമ്മൾ 7 മണിയാകുമ്പോ എഴുന്നേറ്റ് അപ്പയുടെ അടുത്ത് പോയി കുറച്ചേരായിട്ട് ഇരുന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചു. അത് നീ അറിയണം, ഒന്നുമില്ലടേ, സുഖല്ലേ വെച്ച വേറൊന്നുമില്ല. നീ അറിയണ്ട, ഫീൽ ചെയ്തു. നീ അടുത്തുണ്ടായിരുന്ന തന്നെയല്ലേ. ചുമ്മാ അത് കഴിഞ്ഞ് നേരെ വന്ന് ഞാൻ വിചാരിച്ചത് ഉറങ്ങണ്ടെന്നായിരുന്നു എന്റെ എഴുന്നേറ്റപ്പുള്ള പ്ലാനിങ്. നിന്റെയോ? റിട്ടേൺ വന്നപ്പോ എന്തോ ഉറങ്ങാൻ തോന്നി, പിന്നെ എഴുന്നേറ്റപ്പോ കുറച്ച് നേരം വൈകി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയോ ചെയ്തു. ഇപ്പൊ നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ ഉണ്ട്. നമ്മള് നേരെ ഇനി പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പഴം തേടി ഇറങ്ങിയതാണ്. നേന്ത്രപ്പഴമില്ല, നേന്ത്രക്കായ ഇല്ല. പഴംപൊരി ഫ്ലോപ്പ് കടയല്ലോ. അവിടെ നേന്ത്രക്കായുണ്ട്. നേന്ത്രക്കായ പഴുത്തത്. നീ അറിയിക്കോ എന്തൊക്കെ വേണ്ടത്? അരിപ്പൊടി, പുട്ടുപൊടി അല്ല അരിപ്പൊടി. അരിപ്പൊടി 1 കിലോ നേന്ത്രപ്പഴം, മൈദ, കുണിക്കൊക്കെ മിഠായി മറന്ന് തന്നെ കൊല്ലു. കുണിക്കനും കുണിക്കും മിഠായി പറഞ്ഞിട്ട് വിട്ടയച്ചാണ്. അവരെ കുള്ളിയെത്താനും ഞങ്ങൾ പോന്നു. ഇപ്പൊ ഉറക്കം ശരിയല്ല, വർക്കിന് വരുന്നു ഉറങ്ങണു. ഉറക്കം ശരിയല്ല, ഇനി നാളെ വർക്കുണ്ട്. തല മൊത്തം പോയി എടുക്കുക. ആകെ എനിക്ക് ഭയങ്കര ഉറക്കം ക്ഷീണം. ഉറങ്ങും എഴുന്നേക്കും അങ്ങനെ ഇരിക്കണം. അപ്പൊ പറയും പഴംപൊരി ഉണ്ടാക്കണം, പഴം വേണ്ടത്. അരിപ്പൊടി, മൈദപ്പൊടി, പഴം, അരിപ്പൊടി. പിന്നെ കുണുക്കനും കുണിക്കുക എന്തെങ്കിലും മിഠായി. എനിക്കോ കേട്ടാണോ?
നോക്കുന്നത്. അപ്പൊ കുഞ്ഞിൻ്റെ തുടങ്ങിയിട്ടില്ല. ഞാൻ നേരെ പഴംപൊരിക്ക് ഉണ്ടാക്കി ഫുഡ് അടിച്ച് പഴം കഴിച്ച് പഴംപൊരി ഉണ്ടാക്കി ഇനി പഴംപൊരിക്ക് ഉണ്ടാക്കി പഴംപൊരി കഴിച്ച് മാമൻ്റെ കൂടെ പോണെന്ന് പറയുന്നുണ്ട്. മാമൻ്റെ കൂടെ പോയി വന്ന് പിന്നെ വൈകിട്ട് പരിപാടി നോക്കണം. നാളെ ചില വെട്ടിക്കൊത്തുക്കുണ്ട്. നാളെ നമുക്കൊരു വർക്കുണ്ട്. നടക്കുന്ന വീഡിയോ എടുക്കണമൊക്കെ എടുക്കും, പോയിട്ട് വെച്ച് കട്ട് ചെയ്യും. അതിടാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ 2-3 എന്താ പറയുക, അതിക്ക് വീഡിയോ എടുക്കും താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ അതിട്ടില്ല. എനിക്ക് കൂടുതൽ അങ്ങനത്തെ വരുന്നത്. അങ്ങനെ ഓരോരോ ബാക്കി വിശേഷമുള്ള കാര്യങ്ങളും സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കണം. അപ്പൊ ഓക്കെ പോട്ടെ. ഇനി ഞങ്ങൾ വീടെത്തി ഫുഡൊക്കെ അടിച്ചിരിക്കട്ടെ. ഓക്കെ ബൈ.